ഇവിടെ അതേ A1 ലെവൽ തന്നെ സിമ്പിൾ പ്രസന്റൻസ് ആണ്. പക്ഷെ ഇത് ബി വെർബ് അല്ല, ഇത് ആക്ഷൻ വെർബുകളാണ്. അപ്പൊ ആക്ഷൻ വെർബ് വരുമ്പോൾ ഏതൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് സിമ്പിൾ പ്രസന്റൻസിൽ നോക്കാം. അവിടെയും ചേഞ്ചസ് വരുന്നുണ്ട്. സബ്ജക്റ്റ്, ഒരു സെന്റൻസിലത്തെ സബ്ജക്റ്റും വെർബും തമ്മിൽ മാച്ച് ആയിരിക്കണം, അതാണ് റൂള്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, ഇൻ പ്ലൂറൽ, ദ വെർബ് മസ്റ്റ് ബി ഇൻ പ്ലൂറൽ. അത് ആ ഒരു പോയിന്റ് ആണ് ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് ബേസിക് ലെവൽ ആയതുകൊണ്ട് ഈസി. ഇനി കുറച്ച് ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ കുറച്ച് ഓർമ്മ വെക്കുക തന്നെ വേണം. ഇത് കുറച്ച് ഈസിയാണ്. ഐ, വി, യു, ദേ എന്നുള്ളതാണ് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് എങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം? ആക്ഷൻ വെർബ് ആണെന്ന് പറഞ്ഞു. വി വർക്ക് ഇൻ എ ഷോപ്പ്. വി വർക്ക് ഇൻ എ ഷോപ്പ്. ഇവിടെ വർക്ക്, ഇതാണ് വെർബ്, ഇത് സബ്ജക്റ്റ്. വി പ്ലൂറലാണ്, ഇത് വെർബും അതേപോലെ പ്ലൂറൽ ആയതുകൊണ്ടാണ് വർക്ക് എന്ന് വന്നത്. ഇനി സിംഗുലർ ആണെങ്കിൽ അരുൺ വർക്ക്സ് ഇൻ എ ഷോപ്പ്. ഇതങ്ങനെ എഴുതാം. അരുൺ വർക്ക്സ് ഇൻ എ ഷോപ്പ്. ഇവിടെ എസ് ചേർത്തിരിക്കുന്നു നമ്മൾ. എന്തുകൊണ്ടാ? ഇത് സിംഗുലർ ആയതുകൊണ്ട്. ഇവിടെ നമുക്ക് പ്രോനൗണിനെ മാറ്റണമെങ്കിൽ എങ്ങനെയാ? ഹി വർക്ക്സ് ഇൻ എ ഷോപ്പ്, ഷീ വർക്ക്സ് ഇൻ എ ഷോപ്പ്, അങ്ങനെ വരുള്ളൂ. അപ്പൊ ഒന്ന് സിംഗുലർ ആണെങ്കിൽ മെയിൻ വെർബിന്റെ കൂടെ എസ് ചേർക്കണം, ആക്ഷൻ വെർബ് ആണെങ്കിൽ എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. അതാണ് ഓർമ്മിക്കേണ്ടത്. ഇനി ഇവിടെ വരുന്ന അനദർ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റണമെങ്കിൽ അപ്പോഴും മാറ്റം വരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണം ബേസ് ഫോമിന്റെ കൂടെ. കാരണം സിമ്പിൾ പ്രസന്റൻസ് ആയതുകൊണ്ടാണ് ഈ ബേസ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. അരുൺ വർക്ക്സ് ഇൻ എ ഷോപ്പ്. ഇനി അരുൺ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എന്നോട് നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? അരുൺ does not, Arun doesn't work in that shop. അപ്പൊ ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡു ഓർ ഡസ് എന്നുള്ളത് ചേർക്കണം. ഐ, വി, യു, ദേ ആണെങ്കിൽ ഡോണ്ട്, ഡു നോട്ട് എന്നത് വരും. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഡസ് നോട്ട്. അതിനുശേഷം പിന്നീട് ചേർക്കുമ്പോൾ ബേസ് ഫോം തന്നെ ചേർത്താൽ മതി. ഇവിടെ വർക്ക്സ് വന്നില്ല. ഇവിടെ അരുൺ വർക്ക്സ് എന്ന പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് വർക്ക്സ്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ മാറ്റം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ് എന്ന് വന്നത്. ഇത് ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ എങ്ങനെ വരും? ഇതിലെന്താ മാറ്റം വരിക? വി ഡോണ്ട് എന്ന് വരും. ഇങ്ങനെ വേണം. വി ഡോണ്ട് വർക്ക്, ഇങ്ങനെ വരണം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഡു ഓർ ഡസ് ചേർത്തുകൊണ്ട് അതിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് വെർബിനെ ചേർക്കുക, എഴുതുക. അരുൺ ഡസ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് ഷോപ്പ്, അരുൺ വർക്ക്സ് ഇൻ ദാറ്റ് ഷോപ്പ്, ഇൻ എ ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഡു ഓർ ഡസ്റ്റിന്റെ കൂടെ വേണം നോട്ട് ചേർക്കാൻ എന്നുള്ള പോയിന്റും ഓർമ്മിച്ചുകൊണ്ട് കുറച്ച് സെന്റൻസുകൾ എഴുതുക. ഇനി ഈറ്റ് എന്നുള്ള വെർബ് ആണെങ്കിലോ, ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ, വി ഈറ്റ് ആൻ ആപ്പിൾ. ഇനി അതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ വരിക? ഷീ ഡസന്റ് ഈറ്റ് ആൻ ആപ്പിൾ, വി ഡോണ്ട് ഈറ്റ് ആൻ ആപ്പിൾ, വി ഓൺലി ഈറ്റ് ബനാന. അങ്ങനെ പറയാം. എന്തെങ്കിലുമൊക്കെ പറയണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താ? ടു ഇംഗ്ലീഷ് ഇംപ്രൂവ് ലെവൽ എന്നുള്ളത്. ഇനി ലിവ് ആണെങ്കിലോ, we live in Kerala, now we live in Palakkad. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ആരെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ലക്ഷ്യം വന്നിട്ട് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ലെവൽ എന്നുള്ളതാണ്. ഇതൊക്കെ ബേസിക് ആണ്. ഈ ബേസിക് എത്രത്തോളം സ്ട്രോങ് ആവാൻ നിങ്ങൾക്ക് ചാൻസ് ലഭിക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആവുക. വി പ്ലേ ക്രിക്കറ്റ്, അത് നെഗറ്റീവ് ആക്കണമെങ്കിൽ വി ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, ഡൂവിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് വി ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, വി ഓൺലി പ്ലേസ് ചെസ്, അങ്ങനെ പറയാം.
എന്ത് വേണമെങ്കിലും കുറച്ച് മാറ്റി മാറ്റി നിങ്ങൾ എഴുതും. നിങ്ങൾക്ക് കഴിയുന്ന ലെവലിൽ നിങ്ങൾ അതിനെ മാറ്റി സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. ഈറ്റ് എന്നുള്ളത് ഷീ ആണെങ്കിൽ എന്ത് വരും? ഷീ ഈറ്റ്സ് എന്ന് വരും. അരുൺ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഈറ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എസ് ചേർക്കണം. എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ അവിടെ എസ് വരണ്ട. അവിടെ നമ്മൾ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡോണ്ട് എന്ന് ചേർക്കുക, ഡു നോട്ട്. എന്നാൽ ഇതിന്റെ കൂടെയൊക്കെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡസ് നോട്ട്. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെർബ് എഴുതുക. അവിടെ എസ് ചേർക്കണ്ട. കാരണം ഡസ് എന്ന് വരാൻ കാരണം തന്നെ ഹി ഷീ ഇറ്റ് ആയതുകൊണ്ടാണ്. ഡു എന്ന് വരാൻ കാരണം തന്നെ ഈ ഒരു സബ്ജക്റ്റുകൾ ഐ വി യു ദേ ആയതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് സെന്റൻസുകൾ കൂടുതൽ മനസ്സിലാക്കി എഴുതുക. ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നതാണ്. ഈ വീഡിയോയിൽ ഈ ഒരു പാർട്ട് ചെയ്യാൻ കാരണം, ഈ വീഡിയോയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ 2 നഷ്ടങ്ങൾ സംഭവിച്ചു. അതിലൊരു നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ലൈഫിന്റെ അൺസർട്ടനിറ്റീനെ വ്യക്തമാക്കി തരുന്നതാണ്. ഭൂമിയിലെ ലൈഫ് എത്രത്തോളം അൺസർട്ടൻ ആണ് എന്ന് എനിക്ക് വ്യക്തമാക്കി അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു തന്നു. അങ്ങനെ ഒരു 2 നഷ്ടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിനെ തുടർന്നുള്ള ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ച മുമ്പാണ് ഞാൻ ഈ 2K കിഡായ ചിന്നു എന്ന് പറയുന്ന കുട്ടിയെ കാണാനിടയായതും. അതെൻ്റെ കസിന്റെ മകള് തന്നെയാണെങ്കിലും നേരിട്ട് കാണാനും സംസാരിക്കാനും അവിടെ വന്നു. ചാനലിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞു, ഇനി ഇങ്ങനെയൊന്നും കൊണ്ടുപോയാൽ പോരാ, റീസ്റ്റാർട്ട് ചെയ്യണം, റീഡയറക്റ്റ് ചെയ്ത് വിടാം ഞാൻ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ആ ഒരു മോട്ടിവേഷനിലാണ് ചാനലിൽ പല മാറ്റങ്ങൾ വരുന്നത്. പിന്നീട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ആസ്ക് ഇറ്റ് വിൽ ബി ഗിവൺ, നോക്ക് ഇറ്റ് വിൽ ബി ഓപ്പൺ എന്ന് പറയുന്ന ബൈബിൾ വചനങ്ങൾ ഇവിടെ ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ഫോർ ദ നീഡി പേഴ്സൺസ്. എങ്കിൽ മാത്രമേ ഈ വ്യൂവർഷിപ്പ് ഒക്കെ കൂടുകയുള്ളൂ. ഇങ്ങനെയൊന്നും പോയാൽ ഒരു വ്യൂവർഷിപ്പും കൂടില്ല എന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തരികയും എന്ത് ഹെൽപ്പും എപ്പോൾ വേണമെങ്കിലും തരാം എന്ന് പറയുന്ന ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡുള്ള കുട്ടിയായിരുന്നു ഈ 2K കിഡായ ചിന്നു. എന്നാൽ ഞാനൊരു 70s ഒരു വ്യക്തിയാണ്. 70s ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് എനിക്ക് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഐ അപ്രോച്ച് ഇറ്റ് വിത്ത് ഫിയർ ഓൺലി. എന്നാൽ ഇവരെന്ന് പറയുമ്പോൾ ദേ ആർ ഈഗർലി വെയിറ്റിംഗ് വാട്ട് ആർ ദ ന്യൂ അപ്ഡേറ്റ്സ് ടെക്നോളജിക്കൽ ഫീൽഡിൽ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരാണ് ഈ 2K കിഡ്സ്. അപ്പൊ അവരുടെ സഹായത്തോടു കൂടി ഈസി ആയ ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു തന്ന് റീഡയറക്റ്റ് ചെയ്ത് തന്ന ചിന്നൂരോടുള്ള നന്ദി പറയുന്നു. പിന്നീട് നിങ്ങൾ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബുക്ക് ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. സെൽഫ് മോട്ടിവേഷന് ഹെൽപ്പ് ചെയ്യും. ദ എനർജി ബസ് എന്നുള്ള ജോൺ ഗോർഡന്റെ ഒരു ബുക്ക് ഉണ്ട്. അതിൽ 10 റൂൾസ് ഉണ്ട്. ആ ബുക്കിന്റെ സമ്മറി നിങ്ങൾ നോക്കി അത് ഇംഗ്ലീഷിൽ തന്നെ കേൾക്കുക. അപ്പൊ നിങ്ങൾക്കത് ലിസണിങ് സ്കില്ലും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ലിസണിങ് കൺസേൺഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്കത് നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ദ എനർജി ബസ് എന്നുള്ള ജോൺ ഗോർഡന്റെ ബുക്ക് നല്ല ആ ഒരു സമ്മറി നോക്കിയിട്ട് ആ 10 റൂൾസ് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടും. അപ്പൊ ചിന്നുവിനോടുള്ള നന്ദി ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.